ചെമ്പനിപ്പു സീരിയലിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പരിഹാരം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചന്ദ്രയുടെ ജീവന് ആപത്താണെന്നുള്ള കാര്യം ശ്രുതി പറഞ്ഞു കേട്ട ഉടനെ തന്നെ ചന്ദ്ര ഒന്ന് ഞെട്ടുന്നുണ്ട്. പക്ഷെ പരിഹാരം ചെയ്യുന്ന വേണ്ടിയിട്ട് ഒരു ദിവസം മൊത്തത്തിൽ വ്രതം എടുക്കണമല്ലോ. അങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴാണ് എന്റെ ജീവന് ആപത്ത് വരാൻ വേണ്ടി പോകുന്നതെന്നാണ് ചന്ദ്ര പറയുന്നത്. അതുകൊണ്ട് തന്നെ പരിഹാരം ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ഞാനില്ല, നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നീ പരിഹാരം ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അങ്ങ് പോവുകയാണേ. പോകുന്ന ചന്ദ്രയുടെ അടുത്ത് അമ്മയെ പോവല്ലേ പോവല്ലേ എന്ന് പറഞ്ഞിട്ട് വീണ്ടും പിടിച്ചു നിർത്തുവാണേ. അമ്മേ, പരിഹാരം ഞാൻ ചെയ്യുന്നത് എനിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല അമ്മയ്ക്കും കൂടി വേണ്ടിയിട്ടാണ്. ശ്രുതി എന്തൊക്കെയാ ഇവൻ ഈ പറയുന്നതെന്ന് ചന്ദ്ര ശ്രുതിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ, ആന്റി, ആ ജോത്സ്യൻ അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. പരിഹാരം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആന്റിയുടെ ജീവൻ എന്ന് പറഞ്ഞ് മുഴുവനാക്കുന്നതിന് മുമ്പായിട്ട് നീയും ശ്രുതി ഇവനെ പോലെ തന്നെ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. ആന്റി, ഒരു ദിവസത്തേക്കല്ലേ എന്ന് ശ്രുതി ചോദിക്കുന്നുണ്ടേ. ഞാൻ ഇത്രയും കാലമായിട്ടും നല്ല വിശേഷപ്പെട്ട ദിവസങ്ങളിൽ പോലും ഭക്ഷണം കഴിക്കാണ്ടിരുന്നിട്ടില്ല, ഒരു വ്രതവും എടുത്തിട്ടില്ല. എനിക്ക് എന്തായാലും ഭക്ഷണം കഴിക്കാതിരിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. അതുപോരാത്തതിന് പിറ്റേ ദിവസം അമ്പലത്തിൽ പോയിട്ട് തൊഴണം, ദക്ഷിണ വെക്കണം എന്നൊക്കെയല്ലേ അവൻ പറയുന്നത്. ഇതൊന്നും എന്നെ കൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന് ആന്റിയുടെ അവസ്ഥ എനിക്ക് മനസ്സിലാകും. പക്ഷെ എന്ത് ചെയ്യാനാണ് ആന്റി? ശ്രുതി വല്ലാതെ ഭയന്നു പോയി. അയ്യോ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രയ്ക്ക് ആകെ ഭ്രാന്ത് പിടിക്കുന്നുണ്ട് കേട്ടോ. അമ്മ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടല്ലേ ബിസിനസ് ഇത്രയും ഡെവലപ്പായിട്ട് വന്നിരിക്കുന്നത്. ആ സമയത്ത് എന്റെ ബിസിനസ് തകർന്നിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാലോ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അമ്മ പോലും ഉണ്ടാവില്ല. കൂടോത്രം ചെയ്തതുകൊണ്ട് അമ്മയുടെ ജീവനും പോകുന്ന തോന്നുന്നത്. എടാ, നീയൊന്നും മിണ്ടാതിരിക്കോ? നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ട് എന്തിനാ എന്നെ ഇങ്ങനെ ഭയപ്പെടുത്തുന്നത്? എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല, എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അങ്ങ് പോവാണ് കേട്ടോ. അമ്മ പ്ലീസ് അമ്മ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയും പുറകെ തന്നെ ചെല്ലുന്നുണ്ട്. ചന്ദ്ര നടന്നു പോകുന്ന സമയത്ത് ഫാന് താഴേക്ക് വീഴുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് മാറിയിട്ടുണ്ടായിരുന്നെങ്കിൽ ചന്ദ്രയുടെ തലയിലാണ് വീഴേണ്ടത്. അമ്മേ, ഇപ്പൊ മനസ്സിലായില്ലേ? മുട്ടയിൽ വെച്ചിരിക്കുന്ന കൂടോത്രത്തിന്റെ ഫലമാണ്. അമ്മ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇഞ്ച് മാറിയിട്ടുണ്ടായിരുന്നെങ്കിൽ അത് അമ്മയുടെ തലയിൽ വീണേനെ. പിന്നെ എന്റെ അമ്മയെ എനിക്ക് ആലോചിക്കാൻ വയ്യാന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ, ആന്റി, ആദ്യമൊന്നും എനിക്ക് വിശ്വാസം തോന്നിയിട്ടില്ല, പക്ഷെ ഇപ്പൊ എന്തോ എനിക്കും ചെറിയ ഭയം തോന്നി തുടങ്ങുന്നുണ്ട്. ജസ്റ്റ് മിസ്സായതാണ്. എങ്ങാനും ആ ഫാന് തലയിൽ വീണിട്ടുണ്ടായിരുന്നെങ്കിൽ അമ്മയുടെ തല പൊട്ടി ചോര വന്നെന്നൊക്കെ പറഞ്ഞിട്ട് ഭയപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണേ. എടാ, മതി നിർത്തടാ. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും പരിഹാരം എന്നെ കൊണ്ട് ചെയ്യാനേ പറ്റത്തില്ല, നീ മാറി നിൽക്കടാ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ തള്ളിയിട്ടും കൊണ്ട് ചന്ദ്ര അങ്ങ് പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സച്ചി കുളിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് വെള്ളം വരുന്നില്ല കേട്ടോ. രേവതി പൈപ്പിനകത്ത് വെള്ളം വരുന്നില്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. സച്ചിട്ടതാ ഇവിടെയും വെള്ളം വരുന്നില്ല. മോട്ടർ ഇന്നലെ മുതലേ ഇങ്ങനെ ഇടയ്ക്ക് സ്റ്റോപ്പായിട്ടായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അച്ഛൻ സാധാരണ വാക്കിങ്ങിന് പോകുന്ന സമയത്തായിരുന്നു മോട്ടർ ഓൺ ചെയ്യാറ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മോട്ടറിന് എന്തെങ്കിലും കംപ്ലൈന്റ് ആയിരിക്കും. അപ്പോഴേക്കും ചന്ദ്രമതി ഇങ്ങനെ വരുന്നുണ്ട്. അതിന്റെ പുറകെ തന്നെ ശ്രുതി വന്നിട്ട്, അമ്മ പൈപ്പിനകത്ത് വെള്ളം വരുന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്താ രേവതി, നീ മോട്ടർ ഓൺ ചെയ്തില്ലേ? അമ്മ, എവിടെയും വെള്ളം വരുന്നില്ല, മോട്ടറിന് എന്തോ പ്രശ്നമുണ്ടെന്നുള്ള കാര്യം തോന്നുന്നത്. എന്താ നീ അവിടെ പോയിട്ട് എന്തെങ്കിലും തോണ്ടി വെച്ചോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സച്ചിയാണെന്നുണ്ടെങ്കിൽ എന്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും അതിനൊക്കെ കാരണം രേവതിയാണെന്നാണോ? അല്ല, അവളാണല്ലോ അങ്ങനത്തെ പണിയൊക്കെ എടുക്കുക, അതുകൊണ്ട് ചോദിച്ചതാണ്. അപ്പോഴേക്കും ശ്രീകാന്തും അതുപോലെ വർഷയും കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. ശ്രീകാന്ത് ആണെങ്കിൽ വെള്ളം ഇല്ലല്ലോ സച്ചിയേട്ടാ എന്നുള്ള കാര്യം പറയുന്നുണ്ട്. എവിടെയും വെള്ളം വരുന്നില്ല, മോട്ടറിന് എന്തോ കംപ്ലൈന്റ് ആണെന്ന് തോന്നുന്നു. ആണോ? എനിക്ക് പെട്ടെന്ന് തന്നെ സ്റ്റുഡിയോയിലേക്ക് പോകണം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ശ്രീകാന്തിനും ശ്രുതിക്കും എല്ലാവർക്കും പോകണമെന്ന് പറയണേ. നിങ്ങൾ വെറുതെ ചുമ്മാ ഇവിടെ കിടന്ന് അലറാതെ ഞാന് മോട്ടർ നന്നാക്കുന്ന ആളെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് സച്ചി ഫോൺ എടുത്തിട്ട് അദ്ദേഹത്തിന് വിളിക്കുവാണേ. മോട്ടർ നന്നാക്കാനുള്ള ആളെ വിളിച്ചിട്ട് പറയുന്നുണ്ട്. പക്ഷെ അയാൾ വരാൻ വേണ്ടിയിട്ട് സമയം എടുക്കുന്നുള്ള കാര്യമാണ് കേട്ടോ സച്ചി പറയുന്നത്. അയ്യോ, എനിക്ക് എല്ലാവർക്കും നേരത്തെ തന്നെ പോകണല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോയിട്ട് നമുക്ക് വെള്ളം എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് പൈപ്പിൽ നിന്ന് വെള്ളം എടുത്തിട്ട് വരുന്നുണ്ടേ. ശ്രുതി മാത്രം വെള്ളം എടുക്കാൻ വേണ്ടി പോകുമ്പോൾ, നീ എന്തിനാ വെള്ളം എടുക്കാൻ വേണ്ടി പോകുന്നത്? നീ കോടീശ്വര വീട്ടിലെ പെണ്ണല്ലേ? പിന്നെ ഇപ്പോഴത്തെ കാലത്ത് പുറത്തുനിന്ന് വെള്ളം എടുക്കുന്നതൊക്കെ ആൾക്കാർ വീഡിയോ ഒക്കെ എടുത്തിട്ട് നിന്റെ അച്ഛൻ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ മലേഷ്യയിലുള്ള നിന്റെ അച്ഛൻ ഞങ്ങളെ കുറിച്ചിട്ട് എന്താ കരുതെന്നൊക്കെയാണ് ചന്ദ്ര ചോദിക്കുന്നത്. ആന്റി, എനിക്കും പെട്ടെന്ന് പോകണം, ഞാൻ പോയിട്ട് വെള്ളം എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാനും വരാം എന്ന് പറഞ്ഞിട്ട് ശ്രുതിയും പുറകെ ചെല്ലുവാണേ. എല്ലാവരും ഇങ്ങനെ വെള്ളം എടുത്തിട്ട് വരുന്നുണ്ട്. വർഷയ്ക്ക് മാത്രം ഇതൊന്നും ശീലമില്ലല്ലോ. രേവതി കൊടെടുത്ത് വരുന്നത് കാണുന്ന സമയത്ത് വർഷയ്ക്ക് ഒരാഗ്രഹം തോന്നുവാണ്, ഞാനും വെച്ചാൽ കൊള്ളാലോ എന്ന്. ശ്രീകാന്തിന്റെ അടുത്ത് കുട ഞാൻ വെച്ചോളാം എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ട് വാങ്ങുന്നുണ്ട്. ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ വർഷയ്ക്ക് ഇതൊന്നും പറ്റില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും, ഇല്ല എന്നെ കൊണ്ട് പറ്റും, നീ എന്തിനാ എന്നെ ഡിസ്കറേജ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ, നീ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന പറഞ്ഞ് ശ്രീകാന്ത് ആണെങ്കിൽ കുടം കൊടുത്ത് അങ്ങ് പോകുന്നുണ്ട്. ഇടുപ്പിൽ വെക്കാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിലും കുട അങ്ങ് താഴേക്ക് വീഴുവാണേ. ഇതെന്താ ഇവിടെ നിൽക്കാത്തത്? രേവതി ചേച്ചിക്ക് നന്നായിട്ട് നിൽക്കുന്നുണ്ടല്ലോ, ചേച്ചി നന്നായിട്ട് കുട എടുത്തോണ്ട് പോകുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുകയാണേ. ഇത് കേട്ട സച്ചിയാണെങ്കിൽ, പെണ്ണുങ്ങൾക്ക് ഇടുപ്പിൽ നിൽക്കുന്നത് കുടവും അതുപോലെ പിന്നെ കുഞ്ഞുങ്ങളുമാണ്. അതെന്താ സച്ചേട്ടൻ അങ്ങനെ പറഞ്ഞത്? പെണ്ണുങ്ങൾ ഇതിനു വേണ്ടിയിട്ട് മാത്രമാണെന്നൊക്കെയാണോ എന്ന് ചോദിച്ചും കൊണ്ട് ദേഷ്യപ്പെട്ട് ചെല്ലുമ്പോഴേക്കും, അയ്യോ വർഷേ, നീ വെറുതെ തിരിച്ചിടാൻ വേണ്ടി നോക്കണ്ട, ആണുങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല, പെണ്ണുങ്ങൾക്ക് മാത്രം അറിയുന്ന വിദ്യയാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ എന്ത് ചെയ്യാനും സച്ചിട്ടാ, അവൾക്ക് അതൊന്നും വരുന്നില്ലല്ലോ. രേവതി, നീ ഉള്ളിലേക്ക് പോയിക്കോ, ഞാൻ കൊണ്ടുവന്നോളൂ എന്ന് സച്ചി പറഞ്ഞിട്ട് രേവതി അങ്ങ് പറഞ്ഞു വിടുന്നുണ്ട്. നീ ഒന്നും ചെയ്യേണ്ട വർഷേ, ഞാൻ തന്നെ എടുത്തോണ്ട് വന്നോളാം എന്ന്
ശ്രീകാന്ത് പറഞ്ഞിട്ട് വർഷയും പറഞ്ഞു വിടുവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ വെള്ളം ഇങ്ങനെ ചുമടെടുത്തിട്ട് വരുന്നുണ്ട്. ഇത് കണ്ട് ശ്രുതിക്ക് ഭയങ്കര അത്ഭുതം തോന്നുവാണേ. ശ്രുതി, നിന്നെക്കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഞാൻ വിചാരിച്ചു നീ വലിയ വീട്ടിലെ പെൺകുട്ടിയല്ലേ, നിനക്ക് ഇതൊന്നും സാധിക്കില്ല എന്ന്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ശ്രുതി ട്രൈ ചെയ്യുന്നത്, പക്ഷേ എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് നടന്നു പോവാണേ. പോകുന്ന സമയത്ത് എന്റെ നാട്ടില് ഞാൻ കുടിക്കാനുള്ള വെള്ളത്തിന് വേണ്ടിയിട്ട് 1 കിലോമീറ്റർ ദിവസവും പോയിട്ട് വെള്ളം തൂക്കിക്കൊണ്ടിരുന്നതാണ്. എന്നോടാ കളി എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് പോവാണേ. ശ്രുതിയാണെങ്കിൽ ഭയങ്കര അത്ഭുതത്തോട് കൂടിയിട്ട് നോക്കി ഇങ്ങനെ നിൽക്കുവാണേ. അത് കഴിഞ്ഞ് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ കുടം ഓരോ സ്ഥലത്ത് വെച്ച് ഇങ്ങനെ കൊണ്ടുപോവാണ് കേട്ടോ. ഇത് കണ്ട് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, അല്ല ശ്രുതിയേട്ടൻ എന്താണ് ബസ് ഇങ്ങനെ സ്റ്റോപ്പിൽ നിർത്തുന്ന പോലെ വെച്ച് കുടം കൊണ്ടുപോകുന്നത്? എടാ, നീ അത് നോക്കിക്കൊണ്ടിരിക്കണ്ട. അവൻ കുടം എടുത്ത് വരുമ്പോഴേക്കും നമുക്കൊക്കെ കുളിച്ചിട്ട് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി പറ്റും. നീ ചെല്ലേ എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തിനെ അങ്ങ് പറഞ്ഞു വിടാണ് കേട്ടോ സച്ചി. തുടർന്ന് മോട്ടോർ നന്നാക്കാൻ വേണ്ടി അന്ന് ആള് വന്നു കേട്ടോ. അദ്ദേഹം നോക്കിയിട്ട് പറയുന്നുണ്ട്, കോയില് കഴിഞ്ഞ തവണ തന്നെ മാറ്റാൻ വേണ്ടി പറഞ്ഞതാണ്, പക്ഷെ മാറ്റാത്തത് കൊണ്ടാണ് ഇപ്പൊ മൊത്തത്തിൽ പോയിരിക്കുന്നത്. ഇനി കോയില് മാറ്റിയേ പറ്റുള്ളൂ. നിങ്ങൾ എന്താന്ന് വെച്ചാൽ വേണ്ട പോലെ ചെയ്യേ, പോയിട്ട് ഞാൻ സാധനം മേടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടുന്ന് പോകുന്നുണ്ട്. അച്ഛൻ വാക്കിങ്ങിന് പോയിട്ട് ഇപ്പൊ വരും, അതിനുള്ളിൽ തന്നെ നിങ്ങൾ മോട്ടോർ നന്നാക്കണം എന്ന് പറയുകയാണെ. അച്ഛന് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ കുളിക്കാനുള്ളതാണ്. ശരി, അതുപോലെ ചെയ്യാന്ന് പറഞ്ഞിട്ട് മോട്ടറിന്റെ ആ സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് അയാൾ അവിടുന്ന് പോകുന്നുണ്ട്. സച്ചി പറയുന്നത് കേൾക്കുമ്പോൾ രേവതിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും അച്ഛന്റെ കാര്യത്തില് സച്ചേട്ടന് ഭയങ്കര കാര്യത്തിലാണല്ലേ എന്ന് പറയുകയാണേ. അവന് ആ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവരെ എന്ത് രീതിയിൽ കഷ്ടപ്പെട്ടാലും അവന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ചന്ദ്രയാണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് ഉള്ളിലേക്ക് കയറി പോവുകയാണെ. മോട്ടോർ നന്നാക്കുന്ന ആള് പോകുന്നതിന് മുമ്പായിട്ട് പറയുന്നുണ്ട്, എല്ലാം ഞാൻ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മോട്ടറിന്റെ ലൈന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇത് ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വിച്ചിനകത്ത് കറണ്ട് വരും, ഷോക്ക് അടിക്കാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ആരെടുത്തും ഓണാക്കരുത് എന്നുള്ള കാര്യം പറയണമെന്ന്. ശരിയില്ല, അത് നിങ്ങൾ ഓഫ് ആക്കിയിട്ടല്ലേ വെച്ചിരിക്കുന്നത്, ആരും ഓൺ ചെയ്യില്ല എന്ന് സച്ചി പറയുകയാണേ. സച്ചി കുളിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞിട്ട് സുധി ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. കാറ് തുടയ്ക്കാൻ എല്ലാം ഞാൻ തന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ പ്രാഗ്യം കൊണ്ടാണ് ഇറങ്ങി വരുന്നത്. അപ്പോഴാണ് മെയിൻ സ്വിച്ച് ഓഫ് ആയി കിടക്കുന്നത് കാണുന്നത്. ഇതുവരെ ഇയാൾ പണി തുടങ്ങിയില്ലേ? എല്ലാവർക്കും ഡ്യൂട്ടിക്ക് പോകണല്ലോ, എനിക്കും പോകണം, കറണ്ട് ഇല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാകും. മെയിൻ സ്വിച്ച് ഓൺ ആക്ക എന്ന് പറഞ്ഞ് സുധി സ്വിച്ച് അങ്ങ് ഓൺ ആക്കുവാണ്. ഈ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് വിശരെടുത്ത് വീശിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ്. കറണ്ട് വന്നോ? അപ്പോ മോട്ടറിന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. എന്തായാലും ഫാന്റെ സ്വിച്ച് ഇടാ എന്ന് പറഞ്ഞിട്ട് വേഗം പോയിട്ട് ഫാന്റെ സ്വിച്ച് ഇടാൻ വേണ്ടി പോകുമ്പോ സ്വിച്ചിൽ തൊടുന്ന ചന്ദ്രയ്ക്ക് ഷോക്ക് അടിക്കുവാണ്. ഷോക്ക് അടിച്ചിട്ട് ചന്ദ്ര അവിടെ ഇങ്ങനെ നിൽക്കുവാണല്ലോ. അപ്പോഴാണ് ബാമ അങ്ങോട്ടേക്ക് കയറി വരും. ചന്ദ്ര എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും ചന്ദ്രമതി ആണെങ്കിൽ ദേഷ്യഭാവത്തിൽ മുഖം ഇങ്ങനെ ഇളക്കുന്നത് പോലെയാണ് കേട്ടോ ബാമയ്ക്ക് തോന്നുന്നത്. കയ്യെ സ്വിച്ചിന്റെ മേലുള്ളത് ബാമ കാണുന്നില്ല. ചന്ദ്രേ, നിനക്ക് എന്നോട് ഉള്ള ദേഷ്യം ഇപ്പോഴും പോയില്ലേ? നീ കണ്ട ഉടനെ തന്നെ എന്റെ അടുത്ത് എന്തിനാ ദേഷ്യപ്പെടുന്നത്? നമ്മള് എത്ര വർഷമായിട്ട് ഫ്രണ്ട്സാണ്. അങ്ങനത്തെ ഞാനൊരു ചെറിയ തെറ്റ് ചെയ്തു പോയി. എനിക്ക് നീ മാപ്പ് തരില്ലേ? ഇനി ഞാൻ ചന്ദ്രൻ എന്താ നിനക്ക് വേണ്ടി ചെയ്യേണ്ടത്? എന്താ ചന്ദ്രൻ എന്നൊക്കെ ചോദിച്ചിട്ട് ചന്ദ്രനെ അങ്ങ് പിടിക്കുവാണ്. ചന്ദ്രനെ പിടിച്ച ഉടനെ തന്നെ ബാമയ്ക്ക് ഷോക്ക് അടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ശ്രുതി പുറത്തേക്ക് വരുമ്പോ ബാമ ഇങ്ങനെ അവിടെ നിൽക്കുന്നതാണല്ലോ കാണുന്നത്. ബാമ ആന്റി എപ്പോ വന്നു? ആന്റി സുഖാണോ എന്നൊക്കെ ചോദിച്ചും കൊണ്ട് നേരെ ചെന്നിട്ട് ബാമയെ അങ്ങ് പിടിക്കുവാണ് കേട്ടോ ശ്രുതിക്ക് ഷോക്ക് അടിക്കുന്നുണ്ട്. അപ്പോഴേക്കും കാറൊക്കെ തുടച്ചിട്ട് ശ്രുതി ഉള്ളിലേക്ക് കയറി വരുവാണേ. കയറി വരുന്ന ശ്രുതിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതി ഇങ്ങനെ തലോണ്ട് വാ എന്നുള്ള രീതിയിൽ ആട്ടുന്നത് പോലെയാണ് തോന്നുന്നത്. റൊമാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. പട്ടാപ്പകല് അവൾക്ക് റൊമാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയുടെ അരികിലേക്ക് അങ്ങ് ചെല്ലുവാണ്. ശ്രുതിയെ പിടിച്ച് ശ്രുതിക്കും ഷോക്ക് അടിക്കുവാണ്. ഇവര് ഷോക്ക് അടിച്ച് നിൽക്കുകയാണെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വർഷയാണെന്നുണ്ടെങ്കിൽ കയ്യിലുണ്ടായിരുന്ന തോർത്തുകൊണ്ട്, അതും നനഞ്ഞ തോർത്തുകൊണ്ട് ശ്രുതിയെ അടിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ വർഷയ്ക്കും ഷോക്ക് ഏൽക്കുക ചെയ്യുന്നത്. വർഷ എന്താ ഇവിടെ കാണിക്കുന്നെന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് വർഷ വന്ന് പിടിക്കുമ്പോഴാണ് ശ്രീകാന്തിന് ഷോക്ക് അടിക്കുന്നത്. അങ്ങനെ ഒരു മാല പോലെ എല്ലാവർക്കും ഷോക്ക് അടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. രേവതി എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പുറത്തേക്ക് വരുന്ന സമയത്താണ് ഇവരെല്ലാവരും ഇങ്ങനെ ഷോക്ക് അടിച്ച് നിൽക്കുന്നത് കാണുന്നത്. ഉടനെ തന്നെ പോയിട്ട് ഒരു കോൽ എടുത്തോണ്ട് വരുന്നുണ്ട്. എന്നിട്ട് അമ്മ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് ചന്ദ്രയുടെ കൈക്കിട്ട് ഒറ്റ അടി കൊടുക്കുവാണ്. അതോടുകൂടിയിട്ട് എല്ലാവരും അങ്ങ് തെറിച്ച് വീഴുന്നുണ്ട്. വീണ് കിടക്കുന്നത് കണ്ടുകൊണ്ട് വന്ന സച്ചിയാണെന്നുണ്ടെങ്കിൽ ഇതെന്താ എല്ലാവരും നിലത്ത് കിടക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അവർക്ക് ഷോക്ക് അടിച്ചതാണ് സച്ചിയേട്ടാ, എല്ലാവർക്കും ഷോക്ക് അടിച്ചത്. ഇത് നോക്കടാ, നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് എന്നെ കൊല്ലാൻ വേണ്ടി നോക്കുവാണോ? നിന്റെ ഭാര്യ എന്നെ വടിയെടുത്ത് അടിച്ചടാ എന്ന് പറയുകയാണേ. സച്ചേട്ടാ, ഷോക്ക് അടിച്ചു കഴിഞ്ഞാല് അങ്ങനെയല്ലേ ചെയ്യേണ്ടതെന്ന് രേവതി ചോദിക്കുന്നുണ്ടേ. നെയ് രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ രേവതി ചെയ്തത്, അതിലൊരു തെറ്റുമില്ല. അല്ല, എങ്ങനെയാണ് നിങ്ങൾക്കൊക്കെ ഷോക്ക് അടിച്ചത്? ഞാൻ പോയിട്ട് സ്വിച്ചിൽ തൊട്ടു, അപ്പോഴാണ് എനിക്ക് ഷോക്ക് അടിച്ചത്. നിനക്ക് ഷോക്ക് അടിച്ചതെന്നുള്ള കാര്യം അറിയാതെ ഞാൻ വന്ന് നിന്നെ തൊട്ടു എന്ന് ബാമ. അതെ ആന്റി, ഞാനും അറിയാതെ വന്നിട്ട് ആന്റിയെ തൊട്ടു. അപ്പൊ ഷോക്ക് അടിച്ചതുകൊണ്ടായിരുന്നു ശ്രുതി നീ വാ എന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് തലയാട്ടിയത്? നീ വിളിച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ റൊമാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. ശരീരത്തിൽ മൊത്തം കറണ്ട് പാസ്സായി. അല്ല പക്ഷേ നിനക്കെങ്ങനെ ഷോക്ക് അടിച്ചെന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ടേ. ഞാൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ടവലോണ്ട് അടിച്ചതാണ്. ആ ടവല് നനഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു, അതുകൊണ്ട് എനിക്ക് ഷോക്ക് അടിച്ചു. എന്നെ തൊട്ടുകൊണ്ട് ശ്രീകാന്തിന് ഷോക്ക് അടിച്ചു. അപ്പൊ മൊത്തം പേർക്ക് ഷോക്ക് അടിച്ചു അല്ലേ? അല്ല, മെയിൻ ഓഫ് ആണല്ലോ ഉണ്ടായിരുന്നത്, ആരാണ് ഓൺ ആക്കിയത്? ഉടനെ തന്നെ ശ്രുതി മറുപടി പറയുന്നുണ്ട് കേട്ടോ, ഞാനാണ് എന്നുള്ള കാര്യം. ഇത് കേട്ട് എല്ലാവരും കൂടി ചേർന്നിട്ട് ശ്രുതിയെ അങ്ങനെ തുറിച്ചു നോക്കുവാണേ. ഇതെന്തിനായിരിക്കും എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുന്നത് ഇങ്ങനെ ശ്രുതി മനസ്സിലിങ്ങനെ പറയുന്നുണ്ട്. എടാ, മോട്ടർ റിപ്പയർ ചെയ്യാണ്, മെയിൻ സ്വിച്ച് ഓൺ ആക്കരുത് എന്നുള്ള കാര്യം പറഞ്ഞിട്ടല്ലേ പോയത്?
പിന്നെ നീ എന്തിനാണ് ഓണാക്കിയത്? അതെങ്ങനെയാണ് എനിക്കറിയുന്നത്? കറണ്ട് ഇല്ലാതായി കഴിഞ്ഞു കഴിഞ്ഞാല് പോവാൻ വേണ്ടിയിട്ട് എല്ലാവരും കഷ്ടപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓണാക്കിയതാണ്. ഷോക്ക് അടിച്ചിട്ട് എല്ലാവരും കൂടി മൊത്തത്തിൽ അങ്ങ് പോയേനെ. രേവതി നീ ഭക്ഷണം എടുത്ത് വെക്കിയെന്ന് പറഞ്ഞിട്ട് സച്ചി ഭക്ഷണം എടുത്ത് വെക്കാൻ വേണ്ടി പറയുവാണ്. അങ്ങനെ എല്ലാവരും ഓരോ വഴിക്ക് പോകുന്നുണ്ട്. ചന്ദ്രയ്ക്ക് കൈക്ക് നല്ല വേദന ഉള്ളതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഇതൊന്ന് ശരിയാക്കി തരാൻ വേണ്ടിയിട്ട് സുധിയുടെ അടുത്ത് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും സുധിയാണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് അരികിലേക്ക് ചെന്നിരിക്കുവാണ്. എന്നിട്ട് അമ്മയ്ക്ക് ഷോക്ക് അടിച്ചതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. എനിക്ക് മനസ്സിലായി നീ കാരണമാണ് ഷോക്ക് അടിച്ചതെന്ന് ചന്ദ്ര തിരിച്ചു പറയുന്നുണ്ടേ. അതല്ല അമ്മ ഞാൻ പറഞ്ഞത്, ഇതിനെല്ലാം കാരണം ആ മുട്ടയാണ്. താഴെ വീണു. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഷോക്ക് അടിക്കുകയും ചെയ്തു. ദൈവപുണ്യം കൊണ്ടാണ് അമ്മ രക്ഷപ്പെട്ടെന്ന് പറയണേ. ദൈവത്തിന്റെ പുണ്യം കൊണ്ടല്ല, രേവതിയുടെ പുണ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടെന്ന് പറയടാ. അവളാണ് നിങ്ങൾ എല്ലാവരും രക്ഷിച്ചത് എന്ന് പറഞ്ഞ് സച്ചി അങ്ങ് പോവാണ് കേട്ടോ ചെയ്യുന്നത്. സച്ചി പറഞ്ഞു പോകുന്നത് കേൾക്കുമ്പോൾ തന്നെ ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ രേവതിയെ നോക്കി ഇങ്ങനെ പേടിപ്പിക്കുകയാണ്. രേവതി മൈൻഡ് ചെയ്യാതെ അങ്ങ് കയറി പോകുന്നുണ്ട്. അമ്മ ഇതിപ്പോ രണ്ടാമത്തെ തവണയാണ് സംഭവിക്കുന്നത്. ഇതെല്ലാം ആ മുട്ട കാരണം മാത്രമാണ്. അതുകൊണ്ട് നമുക്ക് എത്രയും വേഗം തന്നെ പരിഹാരം ചെയ്യണം. ഇത് കേട്ട് ബാമയും പറയുന്നുണ്ട് കേട്ടോ, ചന്ദ്രേ മുട്ടയിൽ കൂടോത്രം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. അതുകൊണ്ട് ഉടനെ തന്നെ നീ പരിഹാരം ചെയ്യേ. ബാമ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നീ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട. എനിക്ക് നിന്നോടുള്ള ദേഷ്യം ഇതുവരെ പോയിട്ടില്ല. നീ ആദ്യം ഇവിടുന്ന് പോവാൻ വേണ്ടി നോക്ക്. നിനക്ക് വേണ്ടിയിട്ട് ചന്ദ്രൻ ഞാൻ ഇവിടെ വന്നിട്ട് ശരീരം മൊത്തം ഷോക്ക് അടിച്ചു. ഇപ്പോഴും നീ എന്നോട് ക്ഷമിക്കില്ല അല്ലേ? സുധി നോക്ക്, ഇവള് എന്റെ അടുത്ത് കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാലും മിണ്ടും, അത് എനിക്കറിയാം. പക്ഷേ എത്രയും വേഗം തന്നെ അവളെ കൊണ്ട് പരിഹാരം ചെയ്യിപ്പിക്കാനുള്ള വഴി നോക്ക്. ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ബാമ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടേ. അമ്മ ഫാൻ എങ്ങാനും വീണതുപോലെ തന്നെ തലയിൽ മൊത്തത്തിൽ സീലിംഗ് ആയിട്ട് വീണിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഉണ്ടാവാൻ വേണ്ടി പോകുന്നത് നമ്മ ഒന്ന് ആലോചിച്ച് നോക്കുന്നൊക്കെ പറയുമ്പോഴേക്കും എടാ നിർത്തടാന്ന് പറഞ്ഞിട്ട് ചന്ദ്രൻ അലറി വിളിക്കുവാണേ. ഇപ്പൊ എന്താ വേണ്ടത്? പരിഹാരം ചെയ്യണം, അത്രയല്ലേ ഉള്ളൂ. ചെയ്യാന്ന് പറയാണേ. അങ്ങനെ ചന്ദ്ര സമ്മതിക്കുകയാണ് അതിന്. തുടർന്ന് നമ്മുടെ രേവതി അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു കോള് വരുന്നത്. വിളിച്ചത് ആരാണെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ മണ്ഡപത്തിലെ മാനേജർ ആണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. സാർ പറയൂ, എന്തെങ്കിലും ഓർഡർ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു ചെറിയ ഓർഡർ ഉണ്ട്. രേവതിക്ക് ഇപ്പൊ തന്നെ വരാൻ വേണ്ടി പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. സാർ വരുന്നതിന് എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ പെട്ടെന്ന് തന്നെ വരാം എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുവാണ് കേട്ടോ. തുടർന്ന് രേവതി ആണെങ്കിൽ അവിടെ എത്തിയതിനു ശേഷമാണ് കാണിക്കുന്നത്. അവിടെ ചെന്നിട്ട് മാനേജർ ചെന്ന് കാണുന്ന സമയത്ത് നീ ചോദിച്ചതുപോലെ തന്നെ ഒരു ഫംഗ്ഷനാണ്, സ്റ്റേജ് ഡെക്കറേഷനും അതുപോലെ തന്നെ നെയിം ബോർഡ് എല്ലാം ചെയ്യണം. ചെറിയൊരു ഓർഡർ ആണെന്നുള്ള കാര്യവും പറയുന്നുണ്ട്. ഇത് കേട്ട രേവതി ആണെന്നുണ്ടെങ്കിൽ സാർ എനിക്ക് കിട്ടുന്ന ആദ്യത്തെ ഓർഡർ ആണിത്, അതുകൊണ്ട് എനിക്കിത് വലുത് തന്നെയാണ് സർ. ഞങ്ങളുടെ ഓർഡർ നിനക്ക് തരാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നിന്നത്തെ ഇപ്പോഴത്തെ ഓർഡർ എടുക്കുന്നത് എങ്ങനെയാണോ അതെങ്ങനെയാണോ ചെയ്തു തരുന്നത് അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കിയും കണ്ടൊക്കെ ചെയ്യാന്ന് പറയുന്നുണ്ട്. ഓർഡർ തന്ന ആൾക്കാര് അഡ്വാൻസ് തന്നിട്ടുണ്ട്. 14,000 രൂപയാണ് പറഞ്ഞത്. ഇതിനകത്ത് 10 ഉണ്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ പൈസ എടുത്തിട്ട് രേവതിയുടെ കയ്യിലേക്ക് കൊടുക്കുവാണേ. സന്തോഷത്തോട് കൂടിയിട്ട് അത് മേടിച്ചിട്ട് രേവതി പറയുന്നുണ്ട്, എന്റെ ജീവിതത്തിൽ ഞാന് മറ്റൊരു ഘട്ടത്തിലേക്ക് പോവുകയാണ്. ഇത് ഞാൻ നല്ല രീതിയിൽ തന്നെ ചെയ്തു തരും. നീ നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്കും സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ശരി സാർ, ഇതൊക്കെ എന്നെ കൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു എനിക്ക്. പക്ഷേ എന്റെ ഭർത്താവാണ് പറഞ്ഞത് ഇതെല്ലാം എന്നെ കൊണ്ട് സാധിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ ഈ ഓർഡർ എനിക്ക് കിട്ടി എന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സച്ചേട്ടനും ഭയങ്കരമായിട്ട് സന്തോഷിക്കും. ഇപ്പൊ നീ എങ്ങനെയാണോ ഓർഡർ ചെയ്തു തരുന്നത് അതുപോലെ ഇരിക്കും ബാക്കിയുള്ള വർക്കുകളും. നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരുപാട് വർക്കുകൾ കിട്ടുമെന്ന് പറയുകയാണ്. സാധാരണയായിട്ട് കൊടുക്കുന്ന ആൾക്കാരിനേക്കാൾ നന്നായിട്ട് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിനക്ക് അടുത്ത വർക്ക് തരും എന്നുള്ള കാര്യം കൂടി പറയുകയാണെ. സർ, ഇത്തവണത്തെ വർക്ക് കണ്ടു കഴിഞ്ഞാൽ ഇനി എന്തായാലും എല്ലാ വർക്കും നിങ്ങൾ എനിക്ക് തന്നെ തരും എന്നുള്ള ഭയങ്കര കോൺഫിഡൻസോട് കൂടിയിട്ടൊക്കെയാണ് കേട്ടോ രേവതി സംസാരിക്കുന്നത്. ശരി, ഹാള് ബുക്ക് ചെയ്ത ആൾക്കാർ വരും, അവര് പറയും എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ വേണ്ടത് എന്നുള്ള കാര്യം. സൈനും കൂടി ചെയ്യണം. സൈനൊക്കെ ചെയ്ത് കൊടുത്ത് ശരി എന്ന് പറഞ്ഞിട്ട് രേവതി അവിടെ നിന്ന് പോകുന്നുണ്ട്. വീട്ടിൽ തിരിച്ചെത്തിയ രേവതിയാണെന്നുണ്ടെങ്കിൽ സന്തോഷമുള്ള കാര്യമാണല്ലോ നടന്നത്. അതുകൊണ്ട് തന്നെ സ്വീറ്റ്സ് ഒക്കെ മേടിച്ചിട്ടാണ് വരുന്നത്. വന്ന ഉടനെ തന്നെ അച്ഛ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. രേവതിയെ കണ്ടേ അച്ഛനാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ വർക്കൊക്കെ കഴിഞ്ഞ മോളെ എന്ന് ചോദിക്കുവാണേ. അച്ഛ, വർക്ക് ആരംഭിക്കാൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ. എന്താ രേവതി പറഞ്ഞത്? ഇനിയും നിനക്ക് പൂ കൊടുക്കാൻ വേണ്ടിട്ട് പോകാനുണ്ടോ? അച്ഛ, അതല്ല ഞാൻ സംസാരിച്ചത്. ഞാന് മണ്ഡപത്തിലെ ഓർഡർ എടുക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ലായിരുന്നോ? സച്ചി അതിനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛ, എനിക്ക് ആദ്യത്തെ ഓർഡർ കിട്ടി. ആണോ രേവതി? ഭയങ്കര സന്തോഷമുള്ള കാര്യമാണല്ലോ എന്നൊക്കെ രവി. അച്ഛൻ ആദ്യം സ്വീറ്റ് എടുക്കുക എന്ന് പറഞ്ഞിട്ട് സ്വീറ്റ്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ. രവി എടുക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ ചാടി വീഴുന്നുണ്ട്. രവിയേട്ടാ, നിങ്ങൾ സ്വീറ്റ് കഴിക്കണ്ട. നീ എന്താ ചന്ദ്ര സ്വീറ്റ് എടുക്കരുത് എന്നുള്ള കാര്യം പറഞ്ഞത്? അവൾക്കൊരു ഓർഡർ കിട്ടിയെന്ന് കരുതിയിട്ട് നിങ്ങൾ സ്വീറ്റ് കഴിച്ചിട്ട് നിങ്ങൾക്ക് ഷുഗർ വരാനാണോ? ഒരു സ്വീറ്റ് കഴിച്ചെന്ന് വിചാരിച്ചിട്ട് ഷുഗർ ഒന്നും വരാൻ വേണ്ടി പോകുന്നില്ല. നല്ല കാര്യം നടന്നിരിക്കുന്നത്, നീ ചുമ്മാതിരിക്കുക ചന്ദ്രേ എന്ന് പറഞ്ഞിട്ട് സ്വീറ്റ് എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ രവി. എന്തായാലും രേവതി വർക്കൊക്കെ നന്നായിട്ട് ചെയ്തു കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. ശരി അച്ഛ, ദേ അമ്മയും കൂടി എടുത്തു. ഞാനെന്തിനാ എടുക്കുന്നത്? എന്റെ ജീവിതത്തില് നല്ലൊരു കാര്യം നടന്നു, പിന്നെ വലിയ നല്ല കാര്യം നടന്നിരിക്കുന്നത്. നീ എന്തോ ലോകത്ത് വലിയ എന്തോ സാധിച്ചതുപോലെയാണല്ലോ സ്വീറ്റ് ഒക്കെ കൊണ്ടുവന്നിട്ട് എനിക്ക് തരുന്നത്.
ഇത്രയും നാള് തെരുവായിട്ട് നടന്നിട്ട് ഇപ്പോ മണ്ഡപത്തിൽ പോയിട്ട് തോരണം തൂക്കാൻ വേണ്ടി പോകുന്നു, അത്രയല്ലേ ഉള്ളൂ. ഇത് വലിയൊരു കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് അവൾ സ്വീറ്റ് ഒക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. ചന്ദ്ര രേവതിയെ ഇങ്ങനെ മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുന്നത് കേൾക്കുമ്പോഴേക്ക് രവി പറയുന്നുണ്ട്, അവൾ നല്ലൊരു കാര്യത്തിന്റെ പേരിലാണ് സ്വീറ്റ് കൊണ്ട് തന്നിരിക്കുന്നത്. നിനക്ക് ഒരു നല്ല വാക്ക് പറഞ്ഞൂടെ ചന്ദ്രേ? നമ്മൾ നല്ല വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് നല്ലതായിട്ട് ഭവിക്കും. അതുപോലെ നിനക്ക് അറിയില്ലെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ എനിക്കറിയാം രവിയേട്ട. എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവരെ ആശംസകൾ അറിയിക്കാം. ഇപ്പൊ ശ്രുതിയുടെ കാര്യം എടുത്തു നോക്ക്, അവള് സ്വന്തമായിട്ട് പാർലർ നടത്തുന്നു. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് കട വെച്ച് ബിസിനസ് നടത്തുന്നു. അതൊക്കെയല്ലേ വളർച്ച. ഇപ്പോള് വീട് കയറിങ്ങാണ്ട് പൂ കൊടുക്കുന്നത് ഇപ്പൊ മണ്ഡപത്തിൽ കൊണ്ടുപോയി കൊടുക്കുന്നു, അത്രയല്ലേ ഉള്ളൂ. ഫംഗ്ഷനില് ഡെക്കറേഷൻ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നതും സാധാരണ ഒരു ജോലിയല്ല, നല്ല ജോലി തന്നെയാണ്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഒരു ദിവസം പൂവെല്ലാം കൊണ്ട് തൂക്കിയിട്ട് പിറ്റേ ദിവസം അതെടുത്ത് കളയാനല്ലേ പോകുന്നത്. ആഹാ, അത് കൊള്ളാലോ ചന്ദ്രേ. നീ ഒരു ദിവസം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് വയറ്റിൽ തന്നെ കിടക്കുവോ എന്ന് കരുതിയിട്ട് നീ പിറ്റേ ദിവസം ഭക്ഷണം കഴിക്കാതിരിക്കത്തൊന്നുമില്ലല്ലോ. നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ഇവള് തലയിലേറ്റി വെച്ചിട്ടാണ് ഇവളിങ്ങനെ നടക്കുന്നത്. ഓൾറെഡി അവള് വീട്ടിലിരിക്കുന്ന സമയം വളരെ കുറവാണ്. ഇപ്പൊ ഡെക്കറേഷൻ കുക്കറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നാട് ചുറ്റാൻ വേണ്ടിയിട്ട് പോവാണ്. രേവതി, നീ അവള് പറയുന്ന കാര്യമൊന്നും മനസ്സിൽ വെക്കാൻ നിൽക്കണം. അപ്പോഴേക്കും ശ്രുതിയാണെന്നുണ്ടെങ്കിൽ എന്താ അമ്മേ ഡെക്കറേഷന്റെ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞത് കേട്ടല്ലോ, ഇവിടെ എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കാൻ വേണ്ടി പോവാണെന്ന് ചോദിക്കുവാണേ. അതൊന്നും ഇല്ലടാ, ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ഈ വീട്ടിൽ വല്ല കാര്യമായിട്ട് സംസാരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് ചന്ദ്ര. പക്ഷെ രവിയാണെന്നുണ്ടെങ്കിൽ ശ്രുതിക്ക് സ്വീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. എന്താ ശ്രുതി സ്വീറ്റ് എടുത്തോ എന്ന് പറഞ്ഞിട്ട് രേവതി കൊടുക്കുമ്പോൾ എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് മണ്ഡപം ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഡർ കിട്ടിയെന്ന് പറയണേ. ഓഹോ, നല്ല കാര്യമാണല്ലോ എന്ന് പറഞ്ഞിട്ട് ശ്രുതി സ്വീറ്റ് ഒക്കെ എടുക്കുന്നുണ്ട്. ശ്രുതി ദാ സ്വീറ്റ് എടുത്തോ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ അടുത്ത് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രുതി പറയുമ്പോൾ ആർക്കറിയാം ഇത് നല്ല കടയിൽ നിന്നൊക്കെയാണോ മേടിച്ചെന്നുള്ള കാര്യം. ഇത് കേട്ട് രേവതി ഭയങ്കര ദേഷ്യത്തിൽ പറയുന്നുണ്ട് കേട്ടോ. ശ്രുതി, ഇത് നല്ല കടയിൽ നിന്നൊക്കെ തന്നെയാണ് മേടിച്ചതെന്നുള്ള കാര്യം നിന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് പറഞ്ഞേക്കുന്ന ദേഷ്യത്തില് രേവതി പറയുന്നുണ്ട്. അപ്പോഴേക്കും സച്ചി അങ്ങോട്ട് കയറി വരുന്നുണ്ട്. സച്ചിയെ കണ്ട സന്തോഷത്തിൽ രേവതിയാണെങ്കിൽ ഓടിപ്പോയിട്ട് ആ വിശേഷങ്ങൾ അറിയിക്കുന്നുണ്ട് കേട്ടോ. ആണോ രേവതി, നീ പറഞ്ഞത് സത്യം തന്നെയാണോ? കൺഗ്രാറ്റുലേഷൻസ് ഒക്കെ പറഞ്ഞിട്ട് കൈയൊക്കെ കൊടുക്കുന്നുണ്ട്. നീ നേരത്തെ പറയുമായിരുന്നെങ്കിൽ രേവതി ഞാൻ മാല മേടിച്ചോണ്ട് വരുമായിരുന്നല്ലോ നിന്നെ അണിയിക്കാൻ വേണ്ടിയിട്ട്. അതിന്റെ ഒന്നും ആവശ്യമില്ല സച്ചേട്ട്. ആവശ്യമുണ്ട് രേവതി, നീ ചെറിയ കാര്യമല്ല ചെയ്തത്, വലിയൊരു കാര്യം തന്നെയാണ്. ലൈഫില് പുതിയൊരു ആരംഭമാണ്, അതും സക്സസ് ആയിട്ട് പോകാൻ വേണ്ടി പോകുന്ന ഒരു കാര്യം. ഞാൻ പോയിട്ട് മാല മേടിച്ചോണ്ട് വരാം എന്ന് പറഞ്ഞിട്ട് സച്ചി പോകുമ്പോഴേക്കും സച്ചിയുടെ നിക്ക് എന്ന് പറഞ്ഞിട്ട് നിർത്തുവാണേ. അതിന്റെ ഒന്നും ആവശ്യമില്ല എന്നും കൂടി രേവതി പറയുമ്പോഴേക്കും ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ സച്ചിയുടെ എന്താ വിശേഷം എന്ന് ചോദിക്കുവാണേ. രേവതി മണ്ഡപം ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞില്ലേ, അവക്ക് ആദ്യത്തെ ഓർഡർ കിട്ടി. ആണോ രേവതി ചേച്ചി, കൺഗ്രാറ്റുലേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കൈ കൊടുക്കുന്നുണ്ട് ശ്രീകാന്ത്. ശ്രീകാന്തെ സ്വീറ്റ് എടുത്തോ എന്ന് പറഞ്ഞിട്ട് സ്വീറ്റ് കൊടുക്കുന്നുണ്ട്. ചേച്ചി, ഇതെന്തായാലും കറക്റ്റ് റൂട്ടാണ് കേട്ടോ. ഇപ്പോഴത്തെ കാലത്ത് ആൾക്കാർ ഫംഗ്ഷൻസിനും പ്രീ വെഡിങ് പോസ്റ്റ് വെഡിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പണം ചെലവാക്കുന്നുണ്ട്. അത് ശ്രീകാന്തെ നീ പറഞ്ഞത് ശരി തന്നെയാണ്. ഒരായുസിൽ ഒരാൾ സമ്പാദിക്കുന്നത് മൊത്തം ചെലവാക്കുന്നതാണ് ഇപ്പോഴത്തെ കാലത്ത് ആൾക്കാർക്ക് ഗൗരവമായിട്ട് തോന്നുന്നത്. ചേച്ചി, എന്തായാലും എന്റെ റെസ്റ്റോറൻറ്റ്സിലും ഒരുപാട് ഫംഗ്ഷൻസ് ഒക്കെ വരാറുണ്ട്. എനിക്ക് അറിയുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ചേച്ചിയുടെ കാര്യത്തെക്കുറിച്ച് ഞാൻ പറയാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ശ്രീകാന്തെ ദാ വർഷയുടെ അടുത്ത് സ്വീറ്റ്സ് എടുത്തോളാൻ വേണ്ടിയിട്ട് പറയുമെന്ന് പറഞ്ഞിട്ട് രേവതി നീട്ടുന്നുണ്ട് കേട്ടോ. വർഷേ നീയോ എടുത്തോ എന്ന് ശ്രീകാന്ത് പറയുമ്പോൾ മടിച്ചിട്ട് എടുക്കുന്നത് പോലെയാണ് കേട്ടോ വർഷ എടുക്കുന്നത്. കാരണം രേവതിയും അതുപോലെ വർഷയും തമ്മിൽ അടിയാണെന്നാണല്ലോ ചന്ദ്ര വിചാരിക്കുന്നത്. ചന്ദ്ര അവിടെ ഉള്ളതുകൊണ്ടാണേ. പക്ഷെ രേവതിയുടെ അടുത്താണെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷത്തില് ഇങ്ങനെ ആക്ഷൻ ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. കൺഗ്രാറ്റുലേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് രേവതിയെ അങ്ങ് പിടിച്ചു നിർത്തിയിട്ട് അച്ഛാ കണ്ടില്ലേ, രേവതിയും ഒരു ബിസിനസ് വുമൺ ആകാൻ വേണ്ടി പോവുകയാണെന്ന് പറയണേ. ആരാടാ ഡെക്കറേഷൻ ചെയ്യുന്ന ഇവളെങ്ങനെ ബിസിനസ്മാൻ ആവുന്ന എന്നുള്ള കാര്യം ചോദിക്കാനായിട്ട് സുധി. പാത്രക്കട വെച്ചിരിക്കുന്ന നീ ബിസിനസ്മാൻ അല്ലേ? എടാ അത് പാത്രക്കടയിലെടാ, ഹോം അപ്ലയൻസസ്. എടാ എന്തൊക്കെയാണെങ്കിലും നീ സാധനം വെക്കുന്നു, അവള് പൂ വെക്കുന്നു, അത്രയല്ലേ വ്യത്യാസമുള്ളൂ. രണ്ടും ഒരുപോലെ തന്നെയാണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ ബിസിനസ്മാൻ ആവുന്നത്? ആ ലെവലിലേക്കൊക്കെ വരണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഇതുണ്ടെന്ന് പറയണേ. എന്തുണ്ടെന്ന്? അതിന് ബുദ്ധിയും വിവരവും കഴിവും എല്ലാം വേണം. എടാ അധ്വാനിക്കാനുള്ള മനസ്സും നേർമയും ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതൊരാൾക്കും മുന്നിൽ എത്താൻ വേണ്ടി പറ്റുന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. രേവതി വലിയൊരു ബിസിനസ് വുമൺ ആയിട്ട് വരും. ഒരു ദിവസം കേരളത്തില് പൂ ഇറക്കണോ വേണ്ടോ എന്നുള്ള കാര്യം രേവതി പറഞ്ഞാലേ പൂ ഇറക്കുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്ക് വരെ വരും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തിനാ സച്ചേട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്? നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാം, ബാക്കിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാണെന്നൊക്കെ രേവതി പറയുകയാണേ. മതി, എന്തായാലും വീട്ടിലിരിക്കാൻ വേണ്ടിയിട്ട് സമയമില്ല, പെട്ടെന്ന് തന്നെ പോയിട്ട് ഫുഡ് ഉണ്ടാക്കാൻ നോക്കുക എന്ന് പറഞ്ഞിട്ട് രേവതി എത്രയും വേഗം തന്നെ അവിടെ നിന്ന് ഓടിച്ചിടാനുള്ള രീതിയിൽ സംസാരിക്കാനുണ്ട് ചന്ദ്ര. രേവതി അവിടെ നിൽക്ക്. പോകുന്ന ചന്ദ്രയും അവിടെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. സച്ചി എന്തോ പറയാൻ വേണ്ടി പോവാന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് രേവതി എല്ലാവർക്കും വേണ്ടിയിട്ട് നീ ഇന്ന് ബിരിയാണി ഉണ്ടാക്കണം. വീട്ടിലുള്ളവർക്ക് മാത്രമല്ല
ഷെഡിലുള്ളവർക്കും അതുപോലെ തന്നെ നിന്റെ വീട്ടിലേക്കും നിന്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും വേണ്ടിയിട്ട് ഉണ്ടാക്കണം. അതിനിതാ പൈസ എന്ന് പറഞ്ഞിട്ട് സച്ചി പൈസ എടുത്ത് കൊടുക്കുമ്പോഴേക്കും സച്ചിയുടെ 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അഡ്വാൻസ് കിട്ടിയ പൈസ സച്ചിക്ക് കൊണ്ടുപോയി കൊടുക്കുവാണ് കേട്ടോ. സച്ചിയേട്ട ഓർഡർ കിട്ടിയതിന്റെ ഭാഗമായിട്ട് അവര് അഡ്വാൻസ് തന്നു, ഇതാണ് പൈസ എന്ന് പറഞ്ഞ് സച്ചിയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോഴേക്കും അച്ഛ കണ്ടില്ലേ, പിന്നെ ഓർഡർ കൊടുത്ത ആൾക്കാര് അഡ്വാൻസ് കൊടുക്കാതിരിക്കോ എന്ന് രവി ചോദിക്കുന്നുണ്ട്. രേവതിയുടെ കയ്യില് 10,000 രൂപ കണ്ട ഉടനെ തന്നെ സുധിയുടെയും അതുപോലെ തന്നെ ചന്ദ്രയുടെയും കണ്ണ് തള്ളി പോവാണ് കേട്ടോ. ഓർഡർ എടുക്കാൻ വേണ്ടി പോകുന്നത് വെറും 10-20 രൂപയ്ക്കാണെന്നാ വിചാരിച്ചത്, എന്നാൽ ലക്ഷങ്ങളുടെ ഓർഡർ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുമ്പോഴേക്കും ചന്ദ്രയുടെയും അതുപോലെ സുധിയുടെയും കണ്ണ് തള്ളി പോവാണ് കേട്ടോ ചെയ്യുന്നത്.